Dear students, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്കാണ് ഡൊമസ്റ്റിക് വയറിംഗ് ഇൻസ്റ്റാളേഷൻ. ഓക്കെ, അപ്പം എന്താണ് ഈ ഡൊമസ്റ്റിക് വയറിംഗ് ഇൻസ്റ്റാളേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മുടെ വീടുകളിലൊക്കെ വയറിങ് ചെയ്ത് കഴിഞ്ഞാൽ അതിനുശേഷം നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വയറിങ്, ടൈപ്പ് ഓഫ് വയറിങ്, സിസ്റ്റം ഓഫ് വയറിങ് ഒക്കെ പരിചയപ്പെട്ട് കഴിഞ്ഞു. അപ്പോൾ ഈ വയറിങ് ഒക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇൻസ്പെക്ഷനാണ്. അപ്പോൾ ഇൻസ്പെക്ഷൻ നടത്തിയാൽ മാത്രമേ നമുക്ക് ചെയ്തിരിക്കുന്ന വർക്കൊക്കെ കറക്റ്റാണോ എന്ന് എൻഷുർ ചെയ്യാൻ പറ്റുള്ളൂ. അത് എൻഷുർ ചെയ്യുന്നത് ഇന്ത്യൻ ഇലക്ട്രിസിറ്റി റൂള് 1956 ബേസ് ചെയ്തിട്ടാണ് ഇൻസ്പെക്ഷൻ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഓക്കെ, പിന്നെ എന്തെങ്കിലും ഡിഫക്റ്റോ കാര്യങ്ങളോ നമ്മൾ ഇൻസ്പെക്ഷൻ ടൈമിൽ കണ്ടെത്തിയാൽ അത് നമ്മൾ എന്ത് ചെയ്യും? അപ്പം തന്നെ റെക്ടിഫൈ ചെയ്യും. അതായത് ആ ഭാഗം ഒന്നുകൂടെ വയറിങ് നടത്തി റീസെറ്റ് ചെയ്യും, എന്തെങ്കിലും മിസ്റ്റേക്ക് കണ്ടുപിടിച്ചാൽ. ഓക്കെ, അപ്പം ഒരു പീരിയോഡിക് ആയിട്ടുള്ള ഇൻസ്പെക്ഷനും ടെസ്റ്റിങ്ങും ഉണ്ടായാൽ മാത്രമേ നമ്മൾ ഒരു സൗണ്ട് കണ്ടീഷൻ, അതായത് നമ്മൾ ചെയ്ത വർക്കിനൊരു സൗണ്ട് കണ്ടീഷൻ ഉണ്ടായിരിക്കുകയുള്ളൂ, അല്ലേ? നമ്മൾ വയറിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് നല്ല എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ പ്രോപ്പറായിട്ടുള്ള ഇൻസ്പെക്ഷനും ടെസ്റ്റിങ്ങും ആവശ്യമാണ്. ഓക്കെ, ഇനി ഐറ്റം ടു ബി ഇൻസ്പെക്റ്റഡ് ഇൻ ലൈറ്റനിങ് സർക്യൂട്ട്. നമ്മളിപ്പോൾ ഒരു ലൈറ്റനിങ് സർക്യൂട്ട് ചെയ്തു. അപ്പോൾ ആ സമയത്ത് അത് ചെയ്ത് കഴിഞ്ഞാൽ അതിന് എന്തൊക്കെ കാര്യങ്ങളാണ് ഇൻസ്പെക്ഷൻ ടൈമിൽ അത് നോക്കേണ്ടതെന്നാണ് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഫാക്ടറികളിലൊക്കെയാണ് നമ്മൾ ഈ വർക്ക് ചെയ്യുന്നതെങ്കിൽ അവിടെ വുഡൻ ബോക്സുകൾ, മരം കൊണ്ടുള്ള ബോക്സുകളൊക്കെ നമ്മൾ ഒഴിവാക്കണം. അതായത് ലൈറ്റൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ടുള്ള ബോർഡുകൾ ഉണ്ടാവുമല്ലോ, സ്വിച്ച് വയ്ക്കണ ബോർഡുകൾ, അത് കൺട്രോൾ ചെയ്യുന്ന സിസ്റ്റംസ്, അതൊക്കെ മരം കൊണ്ടുള്ളതാണെങ്കിൽ അത് അവോയ്ഡ് ചെയ്യണം. അതാണ് ആദ്യത്തേത്. രണ്ടാമത്തേത്, ഇപ്പം നമ്മൾ ന്യൂട്രൽ ലിങ്ക്, ഇപ്പം നമ്മൾ ബോക്സിൽ സ്വിച്ച് ബോർഡിൽ എന്തുണ്ടാവും? ഡബിൾ പോൾ സ്വിച്ച് ഫ്യൂസ് ഉണ്ടാവും. ആ ഡബിൾ പോൾ സ്വിച്ച് ഫ്യൂസിനോടൊപ്പം ന്യൂട്രൽ ലിങ്കും കൂടെ നമ്മളെപ്പോഴും കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ കൊടുക്കുന്നത്? ലൈറ്റനിങ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സാധാരണ ന്യൂട്രലിൻ്റെ ഒപ്പം ഫ്യൂസ് കൊടുക്കാറില്ല. മൂന്നാമത്തേത്, ദ പ്ലഗ് പോയിന്റ് ഇൻ ലൈറ്റനിങ് സർക്യൂട്ട് ആർ 3 പിൻ ടൈപ്പ്. ദ തേർഡ് പിൻ ബിൻ സ്യൂറ്റബിളി എർത്തഡ്. അപ്പം നമ്മൾ പ്ലഗ് പോയിന്റ്, ഈ ലൈറ്റനിങ് സർക്യൂട്ടിൻ്റെ പ്ലഗ് പോയിന്റ് നമ്മൾ കുത്തുന്ന ഭാഗം അതെപ്പോഴും 3 പിൻ ടൈപ്പ് ആയിരിക്കണം. ഓക്കെ, അതിൽ മൂന്നാമത്തേത് എന്തായിരിക്കണം? മൂന്നാമത്തെ പിൻ എപ്പോഴും സ്യൂറ്റബിളി എർത്തേൺ ചെയ്തിരിക്കണം. ഓക്കെ, നാലാമത്തേത്, ടാമ്പർ പ്രൂഫ് ഇൻ്റർലോക്ക്ഡ് സ്വിച്ച് സോക്കറ്റ് ആൻഡ് പ്ലഗ് ആർ യൂസ്ഡ് ഫോർ ലൊക്കേഷൻ ഈസിലി അക്സസിബിൾ. അപ്പം നമ്മളെപ്പോഴും ടാമ്പർ പ്രൂഫ് ഇൻ്റർലോക്ക്ഡ് ആയിട്ടുള്ള സ്വിച്ച് സോക്കറ്റുകളാണ് ഇവിടെ യൂസ് ചെയ്യേണ്ടത്. പിന്നെ ലൈറ്റനിങ് വയറിങ് ഫാക്ടറി ഏരിയാസിലൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ എൻക്ലോസ്ഡ് ആയിട്ടുള്ള കണ്ട്യൂട്ട്സും ആണ് നമ്മൾ കൂടുതലായിട്ടും പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മൾ കഴിഞ്ഞ വയറിംഗ് സിസ്റ്റത്തിൽ അത് കണ്ടതാണ്, അല്ലെ? ഫാക്ടറിയിൽ കൊടുക്കുന്ന കണ്ട്യൂട്ട് സിസ്റ്റം. ഓക്കെ, അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ അത് പ്രോപ്പറായിട്ട് എർത്തേൺ ചെയ്തിരിക്കണം. ആ കാര്യം കൂടെ ഒന്ന് ചെക്ക് ചെയ്യണം. പിന്നെ അടുത്ത് പറയാനുള്ളത്, ഒരു ലൈറ്റനിങ് ഇൻസ്റ്റാളേഷന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള എർത്ത് വയർ നമ്മൾ കൊടുക്കണം. പ്ലഗ് പോയിന്റിലും ഫിസ്റ്റേഴ്സിലൊക്കെ എക്യുപ്മെൻറ്റ്സിനോടൊപ്പം സെപ്പറേറ്റ് ആയിട്ടുള്ള എർത്ത് വയർ കൊടുത്തിരിക്കണം. പിന്നെ അടുത്തത്, പ്രോപ്പർ കണക്ടേഴ്സ് ആൻഡ് ജംഗ്ഷൻ ബോക്സ് ആർ യൂസ്ഡ് വെൻ അവർ ജോയിൻസ് ആർ ടു ബി മെയ്ഡ് ഇൻ കണ്ടക്ടേഴ്സ് ഓർ ക്രോസ് ഓവർ കണ്ടക്ടേഴ്സ് ടേക്ക് പ്ലേസ്. അതായത് ഒരു കണ്ട്യൂട്ടിന് മുകളിൽ മറ്റൊരു കണ്ട്യൂട്ട് കടന്നു പോകുമ്പോഴും അത് ക്രോസ് ചെയ്യുമ്പോഴൊക്കെ നമ്മൾ ജംഗ്ഷൻ ബോക്സുകൾ കൊടുക്കണം. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ജംഗ്ഷൻ ബോക്സ് സാധാരണ എപ്പോഴും എങ്ങനെയാണ്, ഒന്നിലധികം കണ്ട്യൂട്ട്സുകൾ കൂടിച്ചേരുന്ന സ്ഥലത്താണ് ജംഗ്ഷൻ ബോക്സുകൾ കൊടുക്കുന്നത്. പിന്നെ അടുത്തത്, ക്ലിയർ ആൻഡ് പെർമനൻറ്റ് ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക് ആർ പെയിൻറ്റഡ് ഇൻ ഓൾ ഡിസ്ട്രിബ്യൂഷൻ ബോർഡ്, സ്വിച്ച് ബോർഡ്, സബ്മീൻ ബോർഡ് ആൻഡ് സ്വിച്ചസ് ആസ് നെസസറി. നമ്മളെപ്പോഴും സ്ഥിരമായിട്ടുള്ള ഒരു ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക് പെയിൻറ്റ് ചെയ്ത് വെച്ചിരിക്കണം. എവിടെയൊക്കെ? ഡിസ്ട്രിബ്യൂഷൻ ബോർഡിൽ, സ്വിച്ച് ബോർഡിൽ, സബ്മീൻ ബോർഡ് എന്നിവിടങ്ങളിൽ.
ഓക്കെ, ഇതൊക്കെയാണ് പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിച്ചു പോവാം. അടുത്തത് ടെസ്റ്റിംഗ് ഓഫ് ഇൻസ്റ്റാളേഷൻ. നമ്മൾ പറഞ്ഞു വയറിംഗ് സിസ്റ്റം ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇൻസ്പെക്ഷൻ നടത്തും. അപ്പോൾ ഇൻസ്പെക്ഷൻ നടക്കുന്ന സമയത്ത് ചില ടെസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ നടത്താറുണ്ട്. അപ്പം എന്തിനു വേണ്ടിയിട്ടാണ്? സേഫ്റ്റി എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ടെസ്റ്റുകളൊക്കെ നടത്തുന്നത്. അപ്പോൾ ആ ടെസ്റ്റുകളാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ പേരുകൾ ഓർത്ത് വയ്ക്കുക. ആദ്യത്തേത് കൺഡ്യൂട്ട് ഓർ ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റ്. രണ്ടാമത്തേത് എഫക്റ്റീവ്നെസ് ഓഫ് എർത്ത് കണക്ഷൻ. മൂന്നാമത്തേത് ഇൻസുലേഷൻ ടെസ്റ്റ്. ഇൻസുലേഷൻ ടെസ്റ്റ് തന്നെ കണ്ടക്ടേഴ്സിനും എർത്തിനും ഇടയിലും നമ്മൾ ടെസ്റ്റ് നടത്താറുണ്ട്. ലാസ്റ്റത്തേത് പൊളാരിറ്റി ടെസ്റ്റ്. ഓക്കെ, അടുത്തത് വയറിംഗ് ഇൻസ്റ്റാളേഷൻ ഡ്രോയിങ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പം നമ്മളിപ്പം വീട്ടിൽ പ്ലാൻ തയ്യാറാക്കുന്നത് പോലെ ഈ വയറിങ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് കുറച്ച് ഡ്രോയിങ്ങും കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ ആ ഡ്രോയിങ്ങിനെ കുറിച്ചാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പം 4 ടൈപ്പ് ഡ്രോയിങ് ആണുള്ളത്: ലേഔട്ട് ഡയഗ്രാം, ഇൻസ്റ്റാളേഷൻ ഡയഗ്രാം, സർക്യൂട്ട് ഡയഗ്രാം ആൻഡ് ലാസ്റ്റ് വൺ വയറിംഗ് ഡയഗ്രാം. ഓക്കെ, അപ്പോൾ ആദ്യത്തേത് നമ്മൾ പറയുന്ന ഏതാണ്? ലേഔട്ട് ഡയഗ്രാം ആണ് കേട്ടോ പറയുന്നത്. അപ്പം ആദ്യത്തേതാണ് നമ്മുടെ ലേഔട്ട് ഡയഗ്രാം. ഓക്കെ, എന്താണ് ലേഔട്ട് ഡയഗ്രത്തിൻ്റെ പ്രത്യേകത? അപ്പം നമ്മൾ ഇപ്പം ഒരു കൺസ്യൂമർ ഇപ്പോൾ വീടൊക്കെ അയാൾ നിർമ്മിക്കുകയാണെങ്കിൽ ആ കൺസ്യൂമർ പറഞ്ഞു തരും. അതായത് എവിടെയൊക്കെ എന്തൊക്കെ ബൾബ് ഫിറ്റ് ചെയ്യണം, അതേപോലെ തന്നെ എവിടെയൊക്കെ എന്തൊക്കെ സോക്കറ്റ് കാര്യങ്ങൾ കൊടുക്കണം. അവർ എന്ത് തരും? ഈ കൺസ്യൂമേഴ്സ് അവരുടെ ആവശ്യം വയറിംഗ് മാനോട് പറയും. ഓക്കെ, അപ്പോൾ അതനുസരിച്ചിട്ടാണ് വയർമാൻ അല്ലെങ്കിൽ ഇലക്ട്രീഷ്യൻ തയ്യാറാക്കുന്നത്? ഒരു ലേഔട്ട് ഡയഗ്രാം തയ്യാറാക്കുന്നത്. നമ്മളൊരു വീടിൻ്റെ റിക്വയർമെൻറ്റ് ഇങ്ങനെ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻജിനീയർ പ്ലാൻ തയ്യാറാക്കുന്ന പോലെ തന്നെ ഈ കൺസ്യൂമർ ആ വീടിൻ്റെ കൺസ്യൂമർ ഈ വയറിങ് എങ്ങനെ ചെയ്യണമെന്ന് വയർമാനോടോ ഇലക്ട്രീഷ്യനോടോ പറയും. അവരതിനനുസരിച്ചാണ് ലേഔട്ട് ഡയഗ്രാം ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ലേഔട്ട് ഡയഗ്രാം ആണ് ഞാൻ ഈ കാണിക്കാൻ പോകുന്നത്. ഒരു സിംപ്ലിഫൈഡ് വേർഷനാണിത്. അപ്പോൾ എന്തൊക്കെയാണ് കൊടുത്തിട്ടുള്ളതെന്ന് ഒരു റഫായിട്ടുള്ളൊരു ഐഡിയ നമുക്ക് ഇതിൽ കിട്ടും. ഓക്കെ, അപ്പം ഇത് നമുക്ക് ക്വിക്കായിട്ടൊരു ബേസിക് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ തരും. പക്ഷെ കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊന്നും നമുക്ക് ഈ ലേഔട്ട് ഡയഗ്രത്തിൽ നിന്ന് ലഭിക്കുന്നില്ല. ഇത് സാധാരണ ഈ ലേഔട്ട് ഡയഗ്രാം, ആർക്കിടെക്ചറൽ ഡയഗ്രാം, പ്ലാന്, ഒരു ബിൽഡിങ്ങിൻ്റെ ആർക്കിടെക്ചറൽ ഡയഗ്രാം, പ്ലാന് എന്നിവയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ലേഔട്ട് ഡയഗ്രത്തിൽ ഓരോ സിമ്പിൾസ് ആണ് കൊടുത്തിട്ടുള്ളത് അല്ലേ. അപ്പം കേബിൾ മുകളിലോട്ടാണോ താഴത്തോട്ടാണോ പോകുന്നത് അത് കാണിച്ചിട്ടുണ്ടാവും. അതേപോലെ തന്നെ എത്ര വയർ കൊടുത്തിട്ടുണ്ട്, പിന്നെ അതിൻ്റെ ഡയമെൻഷൻസ്, അതൊക്കെ ഒരു സിമ്പിൾ വെച്ചിട്ടാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, അടുത്ത ഡയഗ്രാമാണ് പറയാൻ പോകുന്നത്, അഥവാ അടുത്ത പ്ലാൻ ആണ് പറയാൻ പോകുന്നത്, ഇൻസ്റ്റാളേഷൻ പ്ലാൻ. അപ്പോൾ ഇത് കുറച്ചുകൂടെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള ഐഡിയ കിട്ടും. അതായത് നമ്മൾ വയറിംഗ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കുന്നുവോ അതേപോലൊരു ഫൈനൽ അപ്പിയറൻസ് ആണ് ഇൻസ്റ്റാളേഷൻ പ്ലാനിലുള്ളത്. ഓക്കെ, അപ്പം ഒരിക്കലും നമുക്ക് എൻറ്റയർ ബിൽഡിങ്ങിന് ഈ ഒരു ലേഔട്ട് ഡയഗ്രാം വരയ്ക്കാൻ പറ്റില്ല. ഇൻസ്റ്റാളേഷൻ ഡയഗ്രാം വരയ്ക്കാൻ പറ്റില്ല. അതായത് നമ്മുടെ ഈ ലേഔട്ട് ഡയഗ്രത്തിനനുസരിച്ച് ഒരിക്കലും ഇൻസ്റ്റാളേഷൻ പ്ലാൻ നമുക്ക് വരയ്ക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ചില ഭാഗങ്ങളിൽ, റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ചില ഭാഗങ്ങളിലാണ് നമ്മളിത് ഇൻസ്റ്റാളേഷൻ പ്ലാൻ വരയ്ക്കുന്നത്. അപ്പോൾ കണ്ടോ, ഈ ഒരു ഫൈനൽ അപ്പിയറൻസ് എങ്ങനെയാണോ ഉണ്ടാവുക അത് തന്നെയായിരിക്കും ഇതിലുണ്ടാവുക. അതിൽ തന്നെ കുറേ സോക്കറ്റ്, ബോക്സുകൾ എല്ലാം ഫൈനലൈസ്ഡ് ആയിട്ട് കാണിച്ചിട്ടുണ്ടായിരിക്കും. അടുത്തത് സർക്യൂട്ട് ഡയഗ്രാം ആണ്. അപ്പോൾ ഇത് കുറച്ചുകൂടെ സർക്യൂട്ട് കണക്ഷൻസ് ആണ് കാണിച്ചിട്ടുള്ളത്. അതായത് ഇപ്പോൾ ഒരു സ്പെസിഫിക് നമുക്ക് ടാസ്ക് എന്ന് പറഞ്ഞാൽ ഒരു ലൈറ്റ്, ഒരു ബൾബ് കത്തിക്കണം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് സർക്യൂട്ട് വേണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഡയഗ്രാം വരയ്ക്കുകയാണെങ്കിൽ അതാണ് സർക്യൂട്ട് ഡയഗ്രാം എന്ന് പറയുന്നത്. ഓക്കെ, അത് നോക്കുക, ഈ ഒരു ഫിഗറാണ് കണ്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ബൾബ് കത്തിക്കണമെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കുന്നു? ന്യൂട്രൽ ഉണ്ട്. അതേപോലെ തന്നെ നമുക്കിവിടെ വോൾട്ട് കൊടുത്തിട്ടുണ്ട് അല്ലേ, വോൾട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓരോ സിമ്പിൾസ് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ലാമ്പിനെ 2 ഡിഫറെൻറ്റ് പ്ലേസിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും ഈ ഒരു സർക്യൂട്ട് ഡയഗ്രാം വെച്ചിട്ട്. അപ്പോൾ സർക്യൂട്ട് ഡയഗ്രാം ഒന്നുമില്ല, ഒരു സ്പെസിഫിക് ടാസ്ക് നമുക്ക് ചെയ്യണമെങ്കിൽ, ഇപ്പോൾ ഒരു ബൾബ് കത്തിക്കണമെങ്കിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇലക്ട്രിക് ടൂൾസ് ഒക്കെ വർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കാറുണ്ട് അല്ലേ, ഒരു ഡയഗ്രാം വരയ്ക്കാറുണ്ട്. അതാണ് സർക്യൂട്ട് ഡയഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫിഗർ ഓർത്ത് വയ്ക്കാം. അടുത്തത് വയറിംഗ് ഡയഗ്രാം ആണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ വയറിംഗ് എങ്ങനെ പോകുന്നു അത് കാണിക്കുന്ന ഡയഗ്രമാണ് വയറിംഗ് ഡയഗ്രാം എന്ന് പറയുന്നത്. ഇതിൽ സാധാരണ വയറിങ്ങിൻ്റെ റിലേറ്റീവ് പൊസിഷൻ, പിന്നെ ഓരോ ഡിവൈസിൻ്റെ അറേഞ്ച്മെൻറ്റ്, ടെർമിനൽ, ആ ഡിവൈസിൻ്റെ ടെർമിനൽ എന്ന് പറഞ്ഞാൽ അവസാനം, അറ്റം, ഇതൊക്കെയാണ് വയറിംഗ് ഡയഗ്രത്തിൽ കൂടുതലായിട്ട് കാണിക്കുന്നത്. അതേപോലെ തന്നെ പവർ സപ്ലൈ, എർത്ത് കണക്ഷൻസ് ഒക്കെ ഇതിൽ കാണിച്ചിട്ടുണ്ടായിരിക്കും. ഇതാണ് വയറിംഗ് ഡയഗ്രാം. അപ്പോൾ വയറ് പോകുന്നത് അത് തന്നെയാണ് മെയിനായിട്ട് വയറിംഗ് ഡയഗ്രാം. ഓക്കെ, അടുത്തത് നമ്മൾ സബ് സർക്യൂട്ട് എന്നൊരു ഭാഗം, ആ സബ് സർക്യൂട്ട് 2ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളതെന്ന് ഓർത്ത് വയ്ക്കാം. ലൈറ്റ് ആൻഡ് ഫാൻ സബ് സർക്യൂട്ടും പവർ സബ് സർക്യൂട്ടും. നമ്മൾ സർക്യൂട്ട് എന്താണെന്ന് കണ്ടു കഴിഞ്ഞു അല്ലേ. അപ്പോൾ സബ് സർക്യൂട്ട് പറഞ്ഞാൽ എന്താ, അതിന് കീഴെ വരുന്ന സർക്യൂട്ടുകളാണ് സബ് സർക്യൂട്ട്. അത് 2 ടൈപ്പ് ഉണ്ട്. ലൈറ്റ് ആൻഡ് ഫാനിന് ഒരു സബ് സർക്യൂട്ട് ഉണ്ടായിരിക്കും, പവർ സപ്ലൈക്ക് വേണ്ടിയിട്ട് ഒരു സബ് സർക്യൂട്ട് ഉണ്ടാവും. അപ്പോൾ പവർ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, അപ്പോൾ ഒരു മെയിൻ സ്വിച്ച് കഴിഞ്ഞാൽ പവർ സപ്ലൈ ഡിസ്ട്രിബ്യൂഷൻ ബോർഡിലേക്ക് കൊണ്ടുവരണം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സെപ്പറേറ്റ് ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ ബോർഡാണ് ലൈറ്റിനും അതേപോലെ തന്നെ പവർ സർക്യൂട്ടിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഒന്നുകൂടെ പറയാം, ഈ നമ്മുടെ മെയിൻ സ്വിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പവർ സപ്ലൈ നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ബോർഡിലോട്ട് കൊണ്ടുവരും അല്ലേ. അപ്പം ഈ ഒരു ഫാനിനും അതേപോലെ തന്നെ ലൈറ്റിനും പവർ സർക്യൂട്ടിനും സെപ്പറേറ്റ് ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ ബോർഡാണ് നമ്മൾ കൊടുക്കാറുള്ളത്. അടുത്തത് ലൈറ്റ് ആൻഡ് ഫാൻ സബ് സർക്യൂട്ട്. അപ്പോൾ ഈ ലൈറ്റ് ആൻഡ് ഫാൻ സബ് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ ഇത് സാധാരണ കോമൺ സർക്യൂട്ടിലാണ് ഇതിന് വയറിങ് ചെയ്യുന്നത്. അപ്പോൾ ഈ സർക്യൂട്ടിന് എന്തുണ്ടാവും, ടോട്ടൽ 10 പോയിൻ്റ് ഓഫ് ലൈറ്റും ഫാനും ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ 6 സോക്കറ്റ് ഔട്ട്ലെറ്റുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഓരോ സബ് സർക്യൂട്ടിലും 800 വോൾട്ട് വരെയാണ് പവർ വരുന്നത്. ഇത് ഓർത്ത് വയ്ക്കണേ, 800 വോൾട്ട് വരെ ഈ ഒരു ലൈറ്റ് ആൻഡ് ഫാൻ സബ് സർക്യൂട്ടിൽ വോൾട്ടേജ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ സെപ്പറേറ്റ് സർക്യൂട്ട് നമ്മൾ ഫാനിന് കൊടുക്കാറുണ്ട്, സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു സർക്യൂട്ട് ഫാനിന് കൊടുക്കാറുണ്ട്. അതായത് 10 കൂടുതൽ എക്സീഡ് ആയിട്ടില്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ടുള്ള സർക്യൂട്ട് നമ്മളിതിന് വേണ്ടിയിട്ട് കൊടുക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണിത്, ലൈറ്റ് ആൻഡ് ഫാൻ സബ് സർക്യൂട്ടാണ്, കോമൺ സർക്യൂട്ട് പോലെ തന്നെയാണിത്. അപ്പോൾ ഇതിലെന്തൊക്കെ ഉണ്ടായിരിക്കും, ഇതിൽ ഒരു 10ഓളം ലൈറ്റിന് വേണ്ടിയിട്ടുള്ള പോയിന്റുകൾ ഉണ്ടായിരിക്കും, ഫാനിന് വേണ്ടിയിട്ടുള്ളതുണ്ടാവും, അതേപോലെ തന്നെ സോക്കറ്റ് ഔട്ട്ലെറ്റുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിലൊക്കെ വരുന്ന വോൾട്ടേജ് 800 വോൾട്ടാണ്. അപ്പോൾ സെപ്പറേറ്റ് ആയിട്ടുള്ള സർക്യൂട്ട് നമ്മൾ ഫാനിന് കൊടുക്കാറുണ്ട്. അതിൻ്റെ നമ്പർ 10 കൂടുതലാകുമ്പോഴാണ് നമ്മളിതിങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, ഇത്രയാണ് പറയാനുള്ളത്. താങ്ക്